സ്നേഹമുള്ളവരെ, നമ്മുടെ സുറിയാനി ഭാഷയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൈലച്ചൻ നമുക്ക് ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ ഭാഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സുറിയാനി ഭാഷയിൽ 22 അക്ഷരങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സുറിയാനി ഭാഷ വായിക്കുന്നത് വലതുവശത്ത് നിന്ന് ഇടത്തോട്ടാണ്. അതുപോലെ തന്നെ സുറിയാനി ഭാഷയുടെ എഴുത്ത് രീതിയും വലതുവശത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതി പോകേണ്ടത്. ഇന്ന് നമുക്ക് 22 അക്ഷരങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ അക്ഷരം സുറിയാനിയിൽ പറയുമ്പോൾ മലയാളത്തിൽ നമുക്കതിനെ ആ എന്ന് പറയാം. ആ. ഇത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ എ എന്ന് പറയാം. ഇതിന്റെ പേര് ആലപ്പ് എന്നാണ്. ആലപ്പ്. ആലപ്പ്. ഇത് എഴുതുന്നത് ഇപ്രകാരമാണ്. ആദ്യം വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര, അതിനുശേഷം ഒരു 2 മുകളിൽ എഴുതുന്നത് പോലെ. വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര, ഒരു 2 മുകളിൽ എഴുതുക. ഒരിക്കൽ കൂടി കാണിക്കാം. വലതുവശത്ത് നിന്ന് ഇടത്തോട്ടൊരു വര, ഒരു 2 മുകളിൽ എഴുതുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അക്ഷരം ആലപ്പ്. രണ്ടാമത്തെ അക്ഷരം മലയാളത്തില് ബ എന്ന് പറയാവുന്ന അക്ഷരമാണ്. ബ. ഇംഗ്ലീഷിലെ ബി ആണ്. സുറിയാനിയിൽ ഇതിന്റെ പേര് ബേസ് എന്നാണ്. ബേസ്. 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 ഇത് എഴുതുന്ന ഇപ്രകാരമാണ്. ആദ്യം മുകളിലേക്ക് ഒരു വര, അതിനുശേഷം ആ വരയുടെ അറ്റത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര, വലത്തുനിന്ന് ഇടത്തേക്ക് ഒരു വര, അതിനുശേഷം നമ്മൾ തുടങ്ങിയെടുത്ത് നിന്ന് അടിയിലെ സെക്ഷനില് നേരെ വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുകളിൽ വരച്ചിരിക്കുന്ന വരയുടെ ഇരട്ടി നീളം താഴത്തെ ഭാഗത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി കാണിക്കാം. മുകളിലോട്ട് വരയ്ക്കുന്നു, വലത്തുനിന്ന് ഇടത്തോട്ട് വരയ്ക്കുന്നു, അടിഭാഗത്തേത് വരയ്ക്കുന്നു, അത് ഇരട്ടി നീളം. രണ്ടാമത്തെ അക്ഷരമാണിത്, ബേസ്. മൂന്നാമത്തെ അക്ഷരം ഗായാണ്. മലയാളത്തില് ഗ. ഇംഗ്ലീഷിൽ ജി എന്ന് പറയാം. ഗാമൽ. ഗാമൽ. ഇത് എഴുതുന്നത് ഇപ്രകാരമാണ്. ആദ്യം മുകളിലേക്ക് ചെരിച്ച് ഒരു വര, മുകളിലേക്ക് ചെരിച്ചൊരു വര, ആ വരച്ച വരയുടെ പകുതി ഭാഗത്ത് നിന്ന് വലത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര. ഗാമൽ. മുകളിലേക്ക് ചെരിച്ചൊരു വര, പകുതി ഭാഗത്ത് നിന്ന് വലത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര. ഗാമൽ. ഗാമൽ. അടുത്ത അക്ഷരം മലയാളത്തിലെ ദ എന്ന് പറയുന്ന അക്ഷരമാണ്. ദ. വേണമെങ്കിൽ ഇംഗ്ലീഷിൽ DH എന്ന് പറയാം. ദാലസ് എന്നാണ് ഇതിന്റെ പേര്. ദാലസ്. ദാലസ്. ഇത് എഴുതുന്നത് ഇപ്രകാരമാണ്. ആദ്യം മുകളിലേക്ക് ഒരു വരയാണ്. ആ മുകളിൽ എത്തുമ്പോൾ ഒരു കർവ് വെച്ചിട്ട് അതിന്റെ അടിഭാഗത്തും അതുപോലെ തന്നെ ഇപ്രകാരം വരച്ചിട്ട് അടിയിലൊരു കുത്ത് ഇടും. അപ്പോൾ ഒരു റ, മലയാളത്തിലെ റ എന്ന് പറയുന്ന അക്ഷരം ഇടതുവശത്ത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് പോലെ നിൽക്കും. ഒരിക്കൽ കൂടി കാണിക്കാം. വരയ്ക്കുന്നത് ഇപ്രകാരമാണ്. മുകളിലോട്ട് ഒരു വര, അതിന് മുകളിൽ ഒരു കർവ്, താഴ്ഭാഗം വരയ്ക്കുന്നു, കുത്ത്. ഒരിക്കൽ കൂടി കാണിക്കാം. മുകളിലേക്ക് ഒരു വര, മുകളിലൊരു കർവ്, താഴത്തെ വര, അടിയിലൊരു കുത്ത്. ദാലസ്. അടുത്ത അക്ഷരം ഹ എന്ന് പറയുന്ന അക്ഷരമാണ്. ഹ. ഹ. എച്ച് ആണ്. എച്ച്. ഇതിന്റെ പേര് ഹെ എന്നാണ്. ഹെ. സുറിയാനിയുടെ ഒരു പ്രത്യേകത, സുറിയാനിയിലെ 3-4 അക്ഷരങ്ങൾക്ക് നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ ഏതാണ്ട് ഒരേ ഉച്ചാരണം വരുന്ന 3-4 വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് ആലപ്പാണ്. ആലപ്പിന്റെ ആ ഉച്ചാരണം വരുന്ന മറ്റൊരു അക്ഷരം പിന്നീട് പറയാം.
രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഹേ ആണ്. അതിന്റെ ഒന്നാമത്തെ രീതിയാണിത്. ഹ എന്ന് പറയും. ഇതിന്റെ ഉച്ചാരണം പേര് ഹേ, ഉച്ചരിക്കുന്നത് ഹ എന്നാണ്. ഇത് എഴുതുന്ന പ്രകാരമാണ്: മുകളിലേക്ക് ഒരു വര, അത് മുകളിൽ ചെന്ന് താഴെ വന്ന് താഴെ ഇപ്രകാരം ഒരു കുനിപ്പ്. മുകളിലേക്ക് ഒരു വര, കറങ്ങി വന്ന് മലയാളത്തിലല്ല തലതിരിച്ചെഴുതുന്നത് പോലെ ഹേ. എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. വലതുവശത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ എഴുതിപ്പോയത്. ഹേ. അടുത്ത അക്ഷരം വ എന്ന് പറയുന്നതാണ്. മലയാളത്തിലെ വ. ഇംഗ്ലീഷിലാണെങ്കിൽ W ആണ് അതിന്റെ ഉച്ചാരണമായിട്ട് വരുന്നത്. വാവ് എന്നാണ്. വാവ്, വാവ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ 0, 0 എഴുതുന്ന പോലെയാണ്. പക്ഷെ എഴുതുന്നത് മാത്രം ശ്രദ്ധിക്കുക. വലതുവശത്തിന് അടുത്തോട്ട് വരണം. അപ്പോൾ ഇപ്രകാരം എഴുതും: വാവ്, വാവ്. വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് വാവ്. അടുത്ത അക്ഷരം സ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്നതാണ്. സ. സുറിയാനിയിൽ സ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്ന 4 അക്ഷരങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തേതാണ് ഇത്, സ. ഇംഗ്ലീഷിലെ എസ്. ഇതിന്റെ പേര് സൈൻ എന്നാണ്. സൈൻ, സൈൻ, സൈൻ. ഇത് ഒരു കോമ ഇടുന്നത് പോലെയാണ് എഴുതുന്നത്. പക്ഷെ ഇടാൻ കോമ അടിയിൽ നിന്ന് വരച്ചു തുടങ്ങണം. അപ്പോൾ ഇപ്രകാരമായിരിക്കും: സൈൻ, സൈൻ. അടിയിൽ നിന്ന് പോരണം, സൈൻ, സൈൻ. അടുത്ത അക്ഷരം ഖ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്ന രണ്ടാമത്തെ അക്ഷരമാണ്. മലയാളത്തിൽ ഖ എന്ന് തന്നെ പറയാം, ഇംഗ്ലീഷിലെ എച്ച് എന്ന് പറയാം. പക്ഷെ ഇതിന്റെ പേര് ഹേത്ത് എന്നാണ്. ഹേത്ത്, ഹേത്ത്, ഹേത്ത്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇംഗ്ലീഷിലെ എം എഴുതുന്നത് പോലെയാണ്. പക്ഷെ വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് എഴുതണം. എമ്മിന്റെ 2 അറ്റത്തും ഓരോ വരയുള്ളത് പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇപ്രകാരമാണ് എഴുതുന്നത്: ആദ്യം വലതുവശത്തിന്റെ അടുത്തേക്ക് ഒരു വര, വലതുവശത്തിന്റെ അടുത്തേക്ക് ഒരു വര, അതിനുശേഷം എമ്മിന്റെ ആദ്യത്തെ ഭാഗം, എമ്മിന്റെ രണ്ടാമത്തെ ഭാഗം, പിന്നെ വീണ്ടും വര കണ്ടിന്യൂ ചെയ്യും. ഒരിക്കൽ കൂടി കാണിക്കാം. വലതുവശത്തിന്റെ അടുത്തോട്ടൊരു വര, എം എഴുതുന്നത് പോലെ വരുന്നു, വര നീട്ടും. ഹേത്ത്. അടുത്ത അക്ഷരം സുറിയാനിയിലെ തേർത്ത് എന്ന് പറയുന്ന അക്ഷരമാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തായാണ്. താ എന്നോ ഠ എന്നോ പറയാം. അപ്പൊ ഇത് ടി എന്ന് പറയുന്ന ഉച്ചാരണത്തിലാണ് വരുന്നത്. ഇംഗ്ലീഷില് പേര് തേർത്ത് എന്നാണ്. തേർത്ത്, തേർത്ത്, തേർത്ത്. ഇത് എഴുതുന്ന പ്രകാരമാണ്: ആദ്യം വലതുവശത്തിന് അടുത്തേക്ക് ഒരു വര, തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ താഴോട്ട് ചെരിച്ച് ഒരു വര, ആ തീരുന്നിടത്ത് നിന്ന് ആദ്യം വരച്ച വരയുടെ പകുതി ക്രോസ് ചെയ്ത് മുകളിലോട്ട്. തേർത്ത്. വലതുവശത്തിന് അടുത്തേക്ക് ഒരു വര, ചെരിച്ച് താഴോട്ട്, അതിൽ നിന്ന് മുകളിലേക്ക്, ആദ്യത്തെ വരയുടെ പകുതിയെ ക്രോസ് ചെയ്ത് മുകളിലേക്ക്. വര, താഴോട്ട്, മുകളിലേക്ക്. തേർത്ത്. അടുത്തത് മലയാളത്തിലെ യ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്നതാണ്. യ, യ. വൈ എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷില്. യോദ് എന്ന് പറയും. യോദ്, യോദ്. ഇത് ഹേത്ത് എഴുതിയതുപോലെ തന്നെ. ഹേത്തിന് നമ്മൾ എമ്മിന്റെ 2 കാല് വരച്ചെങ്കിൽ ഇതിന് എമ്മിന്റെ 1 കാല് മാത്രം വരച്ച് രണ്ടറ്റത്തും വര കൊടുക്കും.
ആദ്യ പ്രകാരമാണ്. ആദ്യത്തെ വര ഇങ്ങനെ വന്നു, വലതുവശം ഇടത്തോട്ട് വരച്ചു, എമ്മിന്റെ ആദ്യത്തെ കാല് വരച്ചു, ആ വര നീട്ടും. പ്രകാരം യോത്, യോത്, യോത്. അടുത്ത അക്ഷരം കായാണ്. കെ, ഇംഗ്ലീഷിലെ കെ. ഇതിന്റെ പേര് കാപ്പ് എന്നാണ്. കാപ്പ്, കാപ്പ്, കാപ്പ്. ഇത് എഴുതുന്ന പ്രകാരമാണ്. ചെരിച്ച ഒരു വര മുകളിലോട്ട് ആദ്യം പോകും. അതിന്റെ മുകൾ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ ഒരു കർവ് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് തുടങ്ങിയ ഭാഗത്ത് നിന്ന് വലത്തിനടുത്തോട്ട് ഒരു വര. കാപ്പ്, കാപ്പ്, കാപ്പ്. അടുത്തത് ല എന്ന് പറയുന്ന ഉച്ചാരണം വരുന്നതാണ്. ഇംഗ്ലീഷിലെ എല്ല് ആണ്. ലാമത് എന്ന് പറയും. ലാമത്, ലാമത്. വളരെ സിമ്പിൾ ആണ്. ചെരിച്ച് ഒരു വര മുകളിലേക്ക് വെക്കുന്നു. അതിന്റെ പകുതി നീളമുള്ള ഒരെണ്ണം താഴെ വരയ്ക്കുന്നു, വലത്തുനിന്ന് ഇടത്തോട്ട്. മുകളിലോട്ട് വരച്ച വരയുടെ പകുതി നീളമേ താഴെ കാണാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടിനും ഒരേ നീളമായി പോയാൽ മറ്റൊരു വാക്കാകും. ചെരിച്ചൊരു വര മുകളിലോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ട്. ചെരിച്ച് ഒരു വര മുകളിലോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ട്. മുകളിലത്തെ വരയ്ക്ക് താഴത്തെ വരയുടെ ഇരട്ടി നീളം ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാമത്. അടുത്ത അക്ഷരം മലയാളത്തിൽ മ എന്ന് പറയുന്ന ഉച്ചാരണമുള്ളതാണ്. ഇംഗ്ലീഷിലെ എം എന്ന് പറയുന്ന ഉച്ചാരണമാണ്. മിം എന്ന് പറയും. മിം, മിം, മിം. ഇത് എഴുതുന്നത് ഒരല്പം ബുദ്ധിമുട്ടെങ്കിലും എളുപ്പമാണ്. ആദ്യം ഒരു മലയാളത്തിലെ ഒരു റാ പോലെ വരയ്ക്കുക. പ്രകാരം ഒരു റാ പോലെ വരയ്ക്കുക. ആ തീർന്നിടത്ത് നിന്ന് മുകളിലേക്ക് ചെരിച്ച് ഒരു വര കൊടുക്കുക. അതിനുശേഷം അതിന്റെ താഴ്ഭാഗം ഇപ്രകാരം ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചതിന് ശേഷം വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ഒരു വര ഇപ്രകാരം നീട്ടുക. മിം. ഒരിക്കൽ കൂടി കാണിക്കാം. ഒരു റാ പോലെ വലത്തന്നെ ഇടത്തോട്ട് വരയ്ക്കുക. മുകളിലോട്ടൊരു ചെരിച്ചു വര. താഴ്ഭാഗത്തില് ചെറിയ കർവ് വരച്ച് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ച് അതിന്റെ ബാക്കി ഭാഗം വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് നീട്ടി വരും. മിം. ഒരിക്കൽ കൂടി കാണിക്കാം. റാ പോലെ വരയ്ക്കുന്നു. മിം. അടുത്ത അക്ഷരം നായാണ്. ന അല്ലെങ്കിൽ ന. എന്നാണ് ഇംഗ്ലീഷിലെ എന്ന്. നുന്ന് എന്നാണ് ഇതിന്റെ പേര്. നുന്ന്. ഇതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ലാമത എന്ന് പറയുന്ന അക്ഷരത്തിനോട് സാദൃശ്യമുള്ളത്. ലാമത്തിന്റെ മുകളിലത്തെ വരയ്ക്ക് താഴത്തെ വരയേക്കാൾ ഇരട്ടി നീളമുണ്ട്. പക്ഷെ ഇവിടെ നുന്നിന് രണ്ട് വരയ്ക്കും ഒരേ നീളമായിരിക്കും. സിമ്പിൾ ആണ്. ചെരിച്ച് വര വരയ്ക്കുക. അതേ നീളമുള്ള ഒരെണ്ണം താഴെ വരയ്ക്കുക. ചെരിച്ച് മുകളിലോട്ട് വരയ്ക്കുക. അതേ നീളമുള്ള ഒരെണ്ണം താഴെ. നുന്ന്. അടുത്ത അക്ഷരം സ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്ന രണ്ടാമത്തെ അക്ഷരമാണ്. ഇംഗ്ലീഷിലെ എസ്. സെമക്കസ് എന്ന് പറയും. സെമക്കസ്, സെമക്കസ്, സെമക്കസ്. ഇതൊരല്പം ബുദ്ധിമുട്ടാണ്, എന്നാലും എളുപ്പമാണ്. ആദ്യം ഒരു റാ ഇടതുവശത്തേക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന പോലെ റാ വരയ്ക്കുക. അതിനുശേഷം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു റാ വന്ന് മുകളിൽ കൊണ്ടുപോയി മുട്ടിച്ചതിന് ശേഷം അത് അവിടുന്ന് താഴെ ഇറങ്ങി ഇപ്രകാരം വലത്തുനിന്ന് ഇടത്തോട്ടായി കാണിക്കുക. ആദ്യം ഒരു റാ പോലെ ഇപ്രകാരം വരയ്ക്കണം. എന്നിട്ട് അടുത്ത ഒരെണ്ണം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരച്ചിട്ട് അത് താഴെ ഇറങ്ങി വലത്തുനിന്ന് ഇടത്തോട്ട് വര കയറ്റുന്നു.
ഒരിക്കൽ കൂടി കാണാം. പ്രകാരം വരയ്ക്കുന്നു. സമക്രസ്. സമക്രസ്. അടുത്ത അക്ഷരം ആലപ്പ് പോലെ തന്നെ ആ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്ന രണ്ടാമത്തെ വാക്കാണ്. ആ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ എ എന്ന് പറയുന്ന ഉച്ചാരണം വരും. ഇതിന്റെ പേര് എ എന്നാണ്. എ. ഇതും ഒരു തുടക്കത്തിൽ ഒരു ചെറിയ കുനിപ്പ് പോലെ ഇട്ടിട്ട് മുകളിലോട്ട് ചെരിച്ചൊരു വര. അപ്പം ആദ്യം ഇപ്രകാരം ഒരു കുനിപ്പിട്ടിട്ട് ചെരിച്ചൊരു വര മുകളിലോട്ട്. എന്നിട്ട് അതിന്റെ അടിഭാഗത്ത് നിന്ന് ഒന്ന് വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ടൊരു വര. ഒരിക്കൽ കൂടി കാണിക്കാം. ചെറിയൊരു കുനിപ്പിട്ടതിന് ശേഷം മുകളിലോട്ടൊരു വര. അടിഭാഗത്ത് നിന്ന് ഒന്ന് വലത്തോട്ട് പോയിട്ട് ഇടത്തോട്ടൊരു വര. എ. എ. അടുത്ത അക്ഷരം പ എന്ന് പറയുന്ന അക്ഷരമാണ്. പ. പ. ഇംഗ്ലീഷിലെ പി ആണ്. പേര് പേ എന്നാണ്. പേ. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ പിയുടെ വലതുവശത്ത് കിടക്കുന്ന ആ സെക്ഷന് ഇടതുവശത്തോട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ. എഴുതുമ്പോഴും ചെറിയൊരു പ്രത്യേകത ഇത്രേ ഉള്ളൂ. ചെരിച്ചൊരു വര മുകളിലോട്ട് പോകുന്നു, ഇടതുവശത്ത് കുനിപ്പിടുന്നു, അടിയിൽ ഇടത്തുനിന്ന് വലത്തോട്ടൊരു വര. സോറി, വലത്തു നിന്ന് ഇടത്തോട്ടൊരു വര. പേ. 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 അടുത്ത അക്ഷരം സ എന്ന് പറയുന്ന ഉച്ചാരണം വരുന്ന മൂന്നാമത്തെ അക്ഷരമാണ്. എസ്. സാധൻ. 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 സാധൻ നമ്മള് ഒരു എം പോലെ എഴുതും. കാണിച്ചു തരാം. എം പോലെ വരുന്നു, താഴോട്ട് ഒരു വര പോകുന്നു, അവിടെ നിന്ന് വലത്തുനിന്ന് ഇടത്തോട്ട്. സാധൻ. എം പോലെ വരുന്നു, വലത്തോട്ടൊരു വര, ഇടത്തോട്ടൊരു വര. സാധൻ. ഇനി നമുക്ക് 4 അക്ഷരങ്ങൾ കൂടിയേ ഉള്ളൂ. 4 അക്ഷരങ്ങൾ മാത്രം. ഒന്നാമത്തെ അക്ഷരം അത് മലയാളത്തിൽ ഉച്ചരിക്കുന്നത് ഖ. ഇഖ എന്ന് പറയുന്നതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ഉച്ചാരണമാണ് വരുന്നത്. ക്യൂ. കോപ്പ് എന്ന് പറയുന്നു. കോപ്പ്. 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 ഇത് എഴുതുന്നത് സിമ്പിൾ ആണ്. മുകളിലോട്ടൊരു വര, അവിടെ നിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടൊരു വര, താഴേക്ക് വര, തുടങ്ങിയിടത്ത് നിന്ന് 2 വരയും മുട്ടിച്ച് ഇടതുവശത്തോട്ട് വര. ഇങ്ങനെ ഒരെണ്ണം. ആദ്യത്തെ മുകളിലോട്ട്, ഇടത്തോട്ട്, താഴോട്ട്. ഒരു ചെറിയ കർവും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ചെറിയൊരു ഇങ്ങനെ ഒരു കർവ് വയ്ക്കുക, മുകളിലും കർവ് വയ്ക്കുക, താഴെയും കർവ് വയ്ക്കുക, വര വയ്ക്കുക. കോപ്പ്. അടുത്തത് മലയാളത്തിലെ റ എന്ന് പറയുന്ന അക്ഷരമാണ്. റ. ഇംഗ്ലീഷിലെ ആർ. റേഷ് എന്ന് പറയും. റേഷ്. 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 ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ദാലസ് എഴുതിയതുപോലെ തന്നെ എഴുതും. ദാലസിന് അടിയിൽ കുത്താണെങ്കിൽ റേഷിന് മുകളിൽ കുത്ത്. ഇപ്രകാരം ഒരു മുകളിലത്തെ വര, താഴത്തെ വര ഇങ്ങനെ വെക്കുന്നു, മുകളിൽ കുത്ത്. താഴെ കുത്തിട്ടാൽ ദാലസ് ആയി പോകും. റേഷ്, മുകളിൽ കുത്ത്. ഒരിക്കൽ കൂടി കാണിക്കാം. മുകളിൽ കുത്ത്. റേഷ്. അടുത്ത അക്ഷരം മലയാളത്തിലെ ഷ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. ഷ. ഷ.
SH എന്ന് വേണമെങ്കിൽ പറയാം. SH. ഷീൻ എന്നാണ് പേര്. ഷീൻ. ഷീൻ. ഇത് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എളുപ്പമാണ്. ആദ്യം വലതുവശത്ത് ഓപ്പണായി നിൽക്കുന്ന മലയാളത്തിൽ റാ പോലെ ഇങ്ങനെ എടുക്കുക. മുകൾ ഭാഗത്ത് ഒരു റാ പോലെ വരയ്ക്കുക. ഇടതുവശത്ത് ഒരു റാ പോലെ വരച്ച് കാല് നീണ്ടു നിൽക്കുക. ഇത്രയും കാണിക്കാം. അടിയിൽ നിന്ന് തുടങ്ങണം, മുകളിൽ ചെല്ലണം. മുകളിലത്തെ വര കൈയെടുക്കാതെ തന്നെ അടുത്ത വര വരച്ചു. അവിടുന്ന് നേരെ താഴോട്ട് വരച്ചു. താഴത്തെ ഭാഗത്ത് ഇവിടെ കാണിക്കാം. പ്രകാരം വരയ്ക്കുന്നു, മുകളിൽ വരയ്ക്കുന്നു, ഇടതുവശത്തേക്ക് നീട്ടി വരയ്ക്കും. കാല് അറ്റത്തെ അവസാനം എത്തുമ്പോൾ കാല് നീണ്ടു നിൽക്കുക. ശരി. ഇനി അവസാനത്തെ അക്ഷരമാണ് താ എന്ന് പറയുന്ന, മലയാളത്തിൽ തായാണ്, ഇംഗ്ലീഷിൽ ടി. താവ് എന്ന് പറയും. താവ്. താവ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇപ്രകാരം ഒരു വര വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഇടതുവശത്തെ കാലയിൽ ഒരു കുഞ്ഞ് കുനിപ്പ് വരച്ച് പ്രകാരം വരയ്ക്കുക. ശേഷം ഇടതുവശത്തെ കാലയിൽ പ്രകാരം വരയ്ക്കുക. ഇടതുവശത്തെ കാലയിൽ. അപ്പോൾ 22 അക്ഷരങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ആലപ്പ്, ബേസ്, ഗാമല്, ദാലസ്, ഹേ, വാവ്, സൈന്, ഹേത്ത്, തേത്ത്, യോത്, കാപ്പ്, ലാമത്, മിമ്മ, നുന്ന്, സമക്കസ്, ഏ, പേ, സാതെ, കോപ്പ്, റേഷ്, ഷിന്ന്, താവ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഭാഗികമായ ഉച്ചാരണമേ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എല്ലാ അക്ഷരങ്ങളുടെ മുകളിൽ ഒരു ചന്ദ്രക്കല ഇട്ടാൽ എപ്രകാരം വായിക്കുമോ അപ്രകാരമേ നമ്മളിപ്പോ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആയാണെങ്കിൽ എ എന്നും ബായാണെങ്കിൽ ബ എന്ന് വായിക്കുള്ളൂ. ഇതിന് വവ്വൽ ഇട്ടുമ്പോൾ മാത്രമേ ഇതിന് പൂർണ്ണ ഉച്ചാരണം എത്തുന്നുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.